ഹായ്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന 500 വാട്ട്സിൻ്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റം. ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി 1 കിലോ വാട്ടാണ്. ടോട്ടൽ പാനൽ കപ്പാസിറ്റി ഒരു 450-500 വാട്ട്സിനകത്തേ ഉള്ളൂ. ഇതൊരു പാനൽ 150 വാട്ട്സാണ്. ഈ രണ്ട് പാനൽ പോരാതെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ അഡീഷണലായിട്ട് ഒരു പാനലും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പാരലായിട്ട്. ഓക്കെ, ഞാനിനി ഇൻവെർട്ടറിൻ്റെ സെക്ഷൻസ് കാണിച്ചു തരാം. ഇത് രണ്ടുമല്ല, ഇത് 3 പോളി പാനൽസാണ്. ഓക്കെ, ഇതിലിപ്പം ആ വലിയ പാനൽസ് രണ്ടെണ്ണം 165 വാട്ട്സാണ് ഒരെണ്ണം. അടുത്ത ഈ ചെറിയ പാനൽ ഒരെണ്ണം 125 വാട്ട്സും. അങ്ങനെ ടോട്ടൽ ഒരു 450 വാട്ട്സിനകത്തുള്ള കപ്പാസിറ്റി ഇതിനുള്ളൂ. ഇതിൽ സിംഗിൾ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് മൈക്രോടെക്കിൻ്റെ Msun 935V എന്ന് പറഞ്ഞ മോഡൽ ഇൻവെർട്ടർ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻസ് വരുന്നത്. നമുക്കത് നോക്കാം. ഇതിലിപ്പോൾ ഞാൻ ആൾറെഡി യൂസ് ചെയ്തിരിക്കുന്ന കോൺഫിഗറേഷൻസ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ആ സോളാർ PV ഇൻപുട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വയേഴ്സ് കാണാൻ പറ്റും. ആ തിക്ക് വയേഴ്സാണ്. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന 6² വയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കാണാം. ഇതിൽ ആദ്യം നമ്മുടെ സ്മാർട്ട് മോഡും നോർമൽ മോഡിലോട്ട് മാറ്റാനുള്ളതും, പിന്നെ താഴെ ഗ്രിഡ് ചാർജർ എനേബിളും ഡിസേബിളും, പിന്നെ മറ്റ് ഓപ്ഷൻസും കാണാൻ പറ്റും. ഇതിൽ ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നത് ലുമിനസിൻ്റെ C10 സോളാർ ബാറ്ററിയാണ്. ഇത് 5 ഇയർ റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ വരുന്ന ബാറ്ററിയാണ്. ഇതിലതിൻ്റെ ആ മോഡൽ നമ്പർ ഇതിൽ കാണാവുന്നതാണ്. ഒരു LPTT 12150H. ഇതിന് 72 മന്ത്സ് വരെ വാറണ്ടി ഉണ്ട്. ഞാൻ ആക്ച്വലി എടുത്തപ്പോൾ 5 ഇയർ വാറണ്ടി ആയിരുന്നു. ഇടയ്ക്ക് ഞാൻ ബാറ്ററി മാറ്റിയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ 72 മന്ത്സിൻ്റെ ഇത് വന്നത്. ഇതിലൊരു DC ഐസൊലേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് DC ആണ്, 2 പോൾ ഐസൊലേറ്റർ. പിന്നെ ഇതിൽ ബാക്കി ഇൻവെർട്ടറിൻ്റെ ഓപ്ഷൻസ് കാണാം. ഈ സ്ക്രീനിൽ നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് ലോഡും ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജും ഡീറ്റെയിൽസ് ഇതിൽ കാണിച്ചു തരും. പിന്നെ ഇതിലിപ്പോൾ കറണ്ട് ജനറേഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ബാറ്ററി വോൾട്ടും കാണിക്കും, PV വോൾട്ടും കാണിക്കും. അതുപോലെ തന്നെ PV ആംപിയറും. പിന്നെ മെയിൻ സോൺ സോളാർ LED, പിന്നെ UPS LED, ബാറ്ററി ലോ, ഓവർലോഡ് LED, ചാർജിങ് LED. പിന്നെ ഈ മെനു ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കറണ്ട് ജനറേഷൻ വാട്ട്സിൽ കാണിച്ചു തരും. നമുക്ക് എത്ര യൂണിറ്റ്സ് ഗ്രിഡിൽ നിന്ന് സേവ് ചെയ്തു എന്നുള്ളതും നെക്സ്റ്റ് ആയിട്ട് കാണിച്ചു തരും. ഇതിൽ ആ മോഡലും കാണാൻ പറ്റും, Msun 935V എന്നുള്ള മോഡൽ. പിന്നെ ഇതിൽ ആ സോളാറിൻ്റെ ലൈറ്റ് ഗ്രീൻ ബ്ലിങ്ക് ആവാതെ സ്റ്റേബിളായി നിൽക്കണമെങ്കിൽ ബാറ്ററി ഫുള്ളി ചാർജ്ഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോളാറിലെ പവർ വെച്ചിട്ട് തന്നെ ബാറ്ററി ഫുള്ളി ചാർജ് ആയിട്ടുണ്ട്. ഞാനിതിൽ ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്രിഡിൽ നിന്നുള്ള ചാർജ് ചെയ്ത് എടുക്കില്ല, ഇതിന് ഓണാക്കിയാൽ പോലും. ഞാൻ ഗ്രിഡ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ ആവറേജ് ലോഡും മറ്റു കാര്യങ്ങളും ഇതിൽ സ്ക്രീനിൽ കാണുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ നോക്കുന്നതാണ്. പിന്നെ ഇത് PWM ചാർജറാണ്. ഇതിൽ മാക്സിമം 660 വാട്ട്സ് വരെ ഈ ഇൻവെർട്ടറിൽ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 450 വാട്ട്സ് ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ 3 പാനൽസ് ബ്രാഞ്ച് കണക്ടർ വഴി കണക്ട് ചെയ്തിരിക്കുന്നത്. 3 പോളി പാനൽസാണ്. ഈ 3 പോളി പാനൽസും ഒരു ബ്രാഞ്ച് കണക്ടർ വഴി നേരെ ഒരു DC MCBയിലേക്ക് വന്നിട്ടുണ്ട്. ഈ DC MCBയിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് പോയിട്ടുണ്ട്. ഇതെന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് പാനൽസോ എന്തെങ്കിലും കണക്ഷൻ ഓഫ് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർക്യൂട്ട് ബ്രേക്കർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നേരെ ബാറ്ററിയിലേക്ക് പോവും. ഈ ഇൻവെർട്ടറിൽ നിന്ന് തന്നെയാണ് AC ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഇതിൽ AC ഇൻപുട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലോഡ് ഷെയറിങ് പോലുള്ള ഓപ്ഷൻസ് ഇതിൽ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് AC ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ ടോട്ടൽ ഈ പ്രോജക്റ്റിൻ്റെ എനിക്ക് ആയത് 50,000 രൂപയാണ്. അത് ടോട്ടൽ കമ്പോണൻസും ബാക്കി ഈ പറഞ്ഞ സ്ട്രക്ചറും ചേർത്തിട്ടുള്ള എമൗണ്ടാണ്. ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതായതുകൊണ്ട് എനിക്ക് വേറെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഒന്നും അഡീഷണൽ ആയിട്ടില്ല. ഇതിൽ ഞാൻ 6² കേബിൾസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അറൗണ്ട് ഒരു 2 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഇതിലെനിക്ക് അറൗണ്ട് ഒരു 1.5 മുതൽ 2 യൂണിറ്റ് വരെ പെർ ഡേ ജനറേഷൻ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസും ഉണ്ട്. PWM ചാർജ് കൺട്രോളറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വല്ലാതെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതും അത്യാവശ്യം നല്ല എഫിഷ്യൻസി ഉണ്ട്. പിന്നെ MPPTയുടെ അത്ര എഫിഷ്യൻസി ഇല്ലെങ്കിലും 500 വാട്ട്സിൽ ഈ പറഞ്ഞ പോലെ MPPT വെച്ചാലും എനിക്ക് അധികം എഫിഷ്യൻസി കിട്ടില്ല. എനിക്കൊരു MPPTയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് വേണമെങ്കിൽ ഒരു അഡീഷണൽ ഒരു പാനലും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഈ ഇൻവെർട്ടറിന് മാക്സിമം 660 വാട്ട്സ് വരെ പാനൽ ലോഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഇതിൻ്റെ സ്പെക് ഷീറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. താങ്ക്സ്.